പ്രിയപ്പെട്ട ഗോൾഡൻ ദേശീയ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ 2-3 ചെടികൾ റീപോർട്ട് ചെയ്യുകയും അത് കട്ട് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ അതൊക്കെ ചെയ്ത് അതിൻ്റെ ഇതിലുള്ള ഞരമ്പെല്ലാം മാറ്റി. അപ്പം ഞാനിത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറച്ച് വെയിലും കിട്ടും, ബാക്കി തണുപ്പും അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നല്ല വലിയ പൂക്കളുണ്ടാകുന്ന കട്ട പൂക്കളുണ്ടാകുന്ന മീനുമാണ്. ഞാനതെല്ലാം കട്ട് ചെയ്ത് മഞ്ഞളും പുരട്ടി. കാരണം എൻ്റെ മഞ്ഞൾ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ മഞ്ഞളാണ്, വളമൊന്നും ഇടാതെ. എന്നിട്ടാകെ ഞാൻ ചെയ്തത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചു എന്നുള്ളൊരു തെറ്റും അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെടിയിൽ 2-3 സൈസിലുള്ള ചെടികൾ ഇത് ഞാൻ വെക്കാൻ പോവുക. അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനത് കട്ട് ചെയ്തു. ആദ്യമായി ഞാൻ ചെയ്യുന്ന ചെടി ഇത് വലുതായതുകൊണ്ട് ഇച്ചിരി ചാരനെയാണ് മുറിക്കുന്നത്. ഇതൊരു സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഈ സിംഗിൾ പെറ്റലിലോട്ട് ഞാനിത് ഈ ചെടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു കട്ടപ്പൂവാണ്. അപ്പോൾ ഒരു ഇച്ചിരി നീളത്തിൽ ഞാനങ്ങോട്ട് വയ്ക്കുക. അടിയിൽ ചാരനെയും ചെത്തി ഇങ്ങനെ വെക്കും. ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴല്ലോ നമുക്ക് എളുപ്പം നമുക്കത് ഇതാക്കാൻ പറ്റും. മറ്റേ വട്ടത്തിലാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് ഉണങ്ങുന്നതിന് മുമ്പാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതിന് പിടുത്തം കുറയും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് ഇപ്പം ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇതുണ്ടോ, ഇതിങ്ങനെ ഞാനങ്ങോട്ട് പിടിക്കും. കാരണം എനിക്കിങ്ങനെ പിടിച്ചിട്ടുണ്ട്, 2 കൊമ്പ് വേദം വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് കെട്ടണം. നമ്മൾ വലിച്ച് ഒരിക്കലും ഇതിനകത്ത് കാറ്റ് കയറുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോട്ടെ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു സൂത്രം. ഇവിടെ നമ്മൾ മഞ്ഞൾ തേക്കോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഇച്ചിരൂടെ വേണം. ഞാൻ ഇച്ചിരൂടെ പോയി ഞാൻ ഇച്ചിരി വലിപ്പത്തിലെടുക്കട്ടെ. ഞാനത് മതിയായിരിക്കും എന്ന് വിചാരിച്ചാണ്. ഇച്ചിരി വലിപ്പത്തിൽ പ്ലാസ്റ്റിക് എടുത്തിട്ട് വേണം കെട്ടാൻ. കീറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് മതിയായിരിക്കും, അത് പോരാ. നല്ലപോലെ നീളത്തിൽ എടുത്തിട്ട് വേണം നമ്മളതിനെ കത്തിരുന്നായിട്ട് വയ്ക്കാൻ. എല്ലാത്തിനും ഇഷ്ടം പോലെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് കെട്ടുകയും ചെയ്യരുത്, അതും അപകടം കേട്ടോ. പറ്റിയൊരു പ്ലാസ്റ്റിക് ഇനിയിപ്പോൾ അത് നശിച്ചു പോകണം, അല്ല മാറിപ്പോകുന്നില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ നമ്മൾ കെട്ടി വെക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ കെട്ടി വെച്ച് മനോഹരമായിട്ടുള്ള ഒരു പാത്രമാണ്. അതിനകത്ത് വെള്ളം ഇറങ്ങുന്ന വായു കയറാനും ഒന്നും പാടില്ല. അത് അവിടെ ഉണങ്ങിപ്പോകും. മുറിവ് ഉണങ്ങിയാൽ പിന്നെ നമുക്ക് മറ്റേത് പിടിക്കുകയില്ല. അതുകൊണ്ടാണ്
വേണ്ട. അപ്പോൾ ഇത് ഞാനിങ്ങനെ കെട്ടി വെച്ചു. ഇനി ഞാൻ വേറൊരു കളറൂടെ ഇതിന് കൊടുക്കുവാണ്. ഇതേലാണ് ആ കളർ കൊടുക്കുന്നത്. കാണാവോ? ഇതേലാണ് ഈ കളർ, ഇതിനുള്ള കളറ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഞാൻ മൊത്തത്തിൽ കണ്ടിക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ ഇത് നല്ലതുപോലെ പരട്ടി കൊടുക്കുക. ഈ പാലോട് കൂടിയിട്ട് നമ്മളങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ അതാണ് അതിൻ്റെ ശരി. ഇതാണ് ചെയ്ത് നല്ല ഫിറ്റായിട്ട് ഇതിൻ്റെ ചുവട് ഉറപ്പിച്ച് വയ്ക്കണം. അതല്ലെന്നൊരിക്കൽ അത് ഇളകിയിട്ട് അവിടെ ഉണങ്ങി കരിഞ്ഞ് അടിയിൽ നിന്ന് മുള വരും. ഇവിടുന്ന് മുള വരരുത്, ഈ തണ്ടേന്ന് വേണം നമുക്ക് മുള വരാൻ. ഇതിൽ ഇച്ചിരി മഞ്ഞപ്പൊടി അതിൻ്റെ മുറുകെ തൂക്കണ്ടായിരുന്നു, മറന്നുപോയി. സാരില്ലെന്നാലും കീടനൊന്നും വരത്തില്ല, കാരണം അതുപോലെ ഞാൻ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് കീടം വരത്തില്ല. എന്നാലും അപ്പോൾ നമുക്ക് ഈ അടിയിൽ നിന്ന് വരുന്ന ഇതെല്ലാം നമ്മൾ നുള്ളിക്കളയണം. ഇവിടെയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ നുള്ളിക്കളയും. കാരണം ഇതിന് ശക്തി കിട്ടണമെന്ന് ഒരിക്കലും ഇവിടെയൊന്നും പാടില്ല, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലൊക്കെ പിന്നെ ഇത് രണ്ടും ഒരു കളറ്, ഇതൊരു കളറ്, ഇതൊരു കളറ്, അപ്പോൾ 3 കളറ് കിട്ടാനുള്ള ആഗ്രഹത്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്താൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് പാവപ്പെട്ട അമ്മച്ചിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ ബൈ.